ശ്രീമാൻ സർ, നമസ്കാരം. നമസ്തേ. അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിച്ച ഒരു ബാലിസ്റ്റിക് മിസൈല് കഴിഞ്ഞ ദിവസം ഇന്ത്യ വിക്ഷേപിച്ചിരിക്കുകയാണ്. പക്ഷെ അത് അധികമൊന്നും ചർച്ചയായിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? എന്ത് തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലാണ് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചത്? നിലവിൽ ഏത് ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം? അന്തർവാഹിനിയായ INS അരിഘാതിൽ നിന്നും ഇന്നലെ ഒരു മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു മിസൈൽ വിക്ഷേപിച്ചതായിട്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽസും ചിലത് വന്നിട്ടുണ്ട്. പക്ഷേ പ്രതിരോധ വകുപ്പോ അതല്ലെങ്കിൽ DRDOയോ ഒന്നും തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ പത്രക്കുറിപ്പുകളൊന്നും പുറത്തിറക്കിയിട്ടില്ല. ഇത് ട്രൈ സർവീസസ് കമാൻഡിന്റെ കീഴിലുള്ള ഒരു അന്തർവാഹിനിയാണ്. ഈ ആണവ അന്തർവാഹിനിയാണ്. ഇന്ത്യക്ക് 2 ആണവ അന്തർവാഹിനികളാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇന്ത്യയുടെ സ്വന്തം വാടകയ്ക്കെടുത്തത് ഉണ്ട്, INS അരിഹാദും INS അരിഹന്തും. ഈ അരിഹന്താണ് 2018 കമ്മീഷൻ ചെയ്തു. ഇത് 2024 INS അരിഘാദ് കമ്മീഷൻ ചെയ്തു. അപ്പോൾ ഈ മിസൈല് K സീരീസിൽപ്പെട്ട ഒരു മിസൈലാണെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷേ ഇത് K5 ആണോ അതോ K4 ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. K4 എന്ന മിസൈൽ ഏതാണ്ട് 3500-4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണെന്നാണ്, അതായത് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പോകാൻ ശേഷിയുള്ള ഒരു മിസൈലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി 2000 കിലോ വരെ വരും. 1000 തൊട്ട് 2000 കിലോ എന്ന് വെച്ചാൽ 2 ടൺ വരെ ഭാരമുള്ള പോർമുന വഹിക്കാൻ കഴിവുള്ള ഒരു മിസൈലാണ് K4. മറ്റു ചിലർ പറയുന്ന ഇത് 6000 കിലോമീറ്റർ ദൂരെ വരെ പോകാൻ ശേഷിയുള്ള K5 മിസൈലാണെന്നാണ്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരമില്ല. കാരണം സർക്കാർ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി. അപ്പോൾ ചിലർ ചോദിക്കാം, ഇന്നലെ നോട്ട എന്ന് പറയുന്ന ഈ നോ ടു എയർമെൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പ്രദേശത്തൂടെ പറക്കുന്ന വിമാനങ്ങൾക്കൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പാണ് ഇങ്ങനൊരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നതെന്നുള്ളത്. ആ നോട്ട കൊടുത്തിരുന്നത് 3450 കിലോമീറ്ററാണ്. അപ്പം 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള, അല്ലെങ്കിൽ 4000 കിലോമീറ്റർ ദൂരപരിധി, 3000-നും 4000-നും ഇടയ്ക്ക് ദൂരപരിധിയുള്ള K4 അല്ലേ എന്നൊരു നിഗമനം ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല പൂർണ്ണമായിട്ട്. കാരണം ഈ 7000 കിലോമീറ്ററോ 8000 കിലോമീറ്ററോ ദൂരപരിധിയുള്ള ഒരു മിസൈല് 4000 കിലോമീറ്റർ അകലോട്ട് തൊടുത്തുകൊണ്ട് വേണമെങ്കിലും പരീക്ഷിക്കാം. അതിന് പറയുന്ന ലോഫ്റ്റഡ് ലോഞ്ച് എന്നാണ്. നേരെ പോകുന്നതിന് പകരം അത് മുകളിലേക്ക് ലക്ഷ്യമാക്കി അതിൻ്റെ ഒരു ആംഗിളിൽ മുകളിലേക്ക് വിട്ടിട്ട് ഈ സമാനമായ ദൂരം അതിനെ കൊണ്ട് കവർ ചെയ്യിക്കുക. അങ്ങനെയാണ് മിക്ക രാഷ്ട്രങ്ങളിലും. കാരണം ഇപ്പോൾ 10000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈല് 10000 കിലോമീറ്റർ അകലേക്ക് തൊടുക്കണമെങ്കിൽ അത്രയും ദൂരം നോട്ടാമോ ഒക്കെ പ്രഖ്യാപിക്കണം. വ്യോമഗതാഗതത്തിനെയൊക്കെ അത് ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാൻ അതിൻ്റെ ഒരു ചെറിയ ദൂരം വിക്ഷേപിച്ചിട്ട് അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറ്റും. അതിനാണ് ഈ ലോഫ്റ്റഡ് ലോഞ്ച് ചെയ്തതാണെങ്കിൽ ചിലപ്പോൾ K5 തന്നെ ആകാം. ഈ K മിസൈലുകൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. അതായത് നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ന്യൂക്ലിയർ ആക്രമണം നടക്കുന്നു എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് കരയിൽ നിന്ന് തൊടുക്കാവുന്ന അല്ലെങ്കിൽ ആകാശത്ത് നിന്നും തൊടുക്കാവുന്ന മിസൈൽ, പിന്നെ അണുബോംബ് വഹിച്ചുകൊണ്ട് പറക്കാവുന്ന മിസൈലുകളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അതിനേക്കാളൊക്കെ സുരക്ഷിതമാണ് ഈ സമുദ്രത്തിനടിയിൽ പതുങ്ങിക്കിടക്കുന്ന ഒരു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി. അത് എവിടെയാണെന്ന് ശത്രുവിന് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശത്രുവിനെ നിശ്ചയമായിട്ടും ഇതിൽ നിന്ന് ഉയരുന്ന ഈ പറയുന്ന K മിസൈലുകൾ, അതിലുള്ള അണുബോംബോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബോ, ഇപ്പോൾ പാകിസ്ഥാന് നേരെ തന്നെ, ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു സ്ഥലത്തേക്ക് അണുബോംബ് വിട്ടാൽ നമ്മൾ ഞെട്ടിയിരിക്കത്തൊന്നുമില്ല. കറാച്ചിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ അറേബ്യൻ കടലിൽ പതുങ്ങി കിടക്കുന്ന ഒരു K അന്തർവാഹിനിയിൽ നിന്നും
ക്ഷമിക്കണം, ഒരു അരിഹന്ത്, അരിഘാത്, അല്ലെ ഇനിയിപ്പോ ഒരെണ്ണം കൂടെ വരാനിരിക്കുന്നുണ്ട്, അരിന്ധാം. അരിന്ധാം പണിയൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. അതിന്റെ കമ്മീഷനിങ് എനിക്കൊന്ന് സീ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026-27 അത് കമ്മീഷൻ ചെയ്യും. 26 കമ്മീഷൻ ചെയ്യും അരിന്ധാം. അതായത് ഈ വർഷം മുങ്ങിക്കപ്പലിൽ നിന്നും ഒരു 2 കെ മിസൈലുകൾ അണ്വായുധങ്ങളും വഹിച്ചുകൊണ്ട് പാകിസ്ഥാന് നേരെ ചെന്നാൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാനില്ല. ഈ മിസൈലുകളെല്ലാം തന്നെ ഹൈപ്പർസോണിക് വേഗത അച്ചീവ് ചെയ്യുന്നതാണ്. ബാലിസ്റ്റിക് മിസൈലുകളാണ്. മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരുമ്പോൾ ഇതിന് മാക് 20 മേലുള്ള വേഗത ഉണ്ടാകും. മാത്രമല്ല ഈ കെ മിസൈലുകളുടെ ഒരു പ്രത്യേകത, ഇത് മനുവറബിളാണ്. ഇത് ലാസ്റ്റ് സ്റ്റേജിൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇത് കറങ്ങിയൊക്കെ രസാകൃതിയിൽ ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ടായിരിക്കും ഇത് പോയിട്ട് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നത്. അപ്പം മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കാനുള്ള സാധാരണ ബലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായ ഒരു പാതയിലാണ് താഴോട്ട് വരുന്നത്. ഇത് അങ്ങനെയുള്ള പാതയിലല്ല. ഇത് വെട്ടിത്തിരിഞ്ഞും കുതിച്ചുയർന്നുമൊക്കെ പിന്നെ പാത വ്യത്യാസപ്പെടുത്തി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. ഇത് നമ്മുടെ മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ DMPയുടെ സ്ഥാപകനുമായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥമാണ് ഇതിന് കെ മിസൈൽ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഇന്ത്യ ഇന്നലെ വിജയകരമായിട്ട് അത് പരീക്ഷിച്ചു എന്ന വാർത്തയാണ് പ്രത്യേകതയും കൂടെ ഉണ്ട്. INS അരിഘാതിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്ര ദൂരം പോകുന്ന ഒരു മിസൈൽ പരീക്ഷിക്കുന്നത്. INS അരിഘാതിൽ നിന്നും 750 കിലോമീറ്റർ ദൂരെ പോകുന്ന K-15 കെ സീരീസിന്റെ ആദ്യത്തെ മിസൈലാണ്. പക്ഷെ അതിന്റെ ദൂരപരിധി വളരെ കുറവാണ്, 750 കിലോമീറ്റർ മാത്രമാണ്. ആ മിസൈല് വിക്ഷേപിച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ദൂരം പോകുന്ന ഒരു മിസൈല് ആദ്യമായിട്ടാണ്. ഈ അരിഘാതില് ഇപ്പോൾ 2 ഇത്തരം കെ മിസൈലുകളാണ് ഉണ്ടാകുക. വരും നാളുകളിൽ അരിഘാതിൽ 4 കെ മിസൈലുകൾ ഉണ്ടാകും. അതായത് ഒരു അന്തർവാഹിനി അരിഘാതിൽ നിന്നുമുള്ള 4 മിസൈലുകൾ മതി ഒരു രാജ്യത്തിന് കനത്ത തിരിച്ചടി, അതായത് സെക്കൻഡ് സ്ട്രൈക്ക് കൊടുക്കാൻ. അത് നമ്മുടെ ന്യൂക്ലിയർ ട്രയാഡിന്റെ ഒരു ഭാഗമാണ്. ട്രയാഡ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും ആകാശത്ത് നിന്നും അതുപോലെ കടലിൽ നിന്നും വിക്ഷേപിക്കാൻ ഉള്ള ശേഷി. അത് കൈവരിക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യത്തിന് സമ്പൂർണ്ണ ആണവശേഷി വരുന്നു. പാകിസ്ഥാനൊന്നും അതില്ല. കരയിൽ നിന്ന് മാത്രമാണ് അവർ വിക്ഷേപിക്കുന്നത്. അതും മിസൈൽ വഴിയൊന്നും അല്ല. കൂടുതലും ബോംബർ F-16 വിമാനങ്ങളാണ് പാകിസ്ഥാന് ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ വിക്ഷേപിക്കാനുള്ള ഒരേ ഒരു വഴി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇന്നലെ. ഈ വിക്ഷേപം കാത്ത് ചൈനയുടെ കപ്പലുകൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇവിടെ എല്ലാം ചുറ്റിത്തിരിയുകയാണ്. അവരെ കബളിപ്പിക്കാനായിട്ട് ഓരോ തവണയും നമ്മൾ ഈ വിക്ഷേപണ തീയതി മാറി 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 കൊണ്ടുവരിക. ഇന്നലെ വളരെ ബുദ്ധിപൂർവ്വം മറ്റൊരു കാര്യം ചെയ്തു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആകാശം എന്ന് പറയുന്ന വ്യോമ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള സർഫസ് ടു എയർ മിസൈലും ഇതേ സമയത്ത് വിക്ഷേപിച്ചു. അങ്ങനെ ആകാശിന്റെ വിവരം മാത്രമാണ് നമ്മൾ ഇന്നലെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. കെ മിസൈൽ, നമ്മൾ വിക്ഷേപിച്ച മിസൈലിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇന്ത്യ വലിയൊരു മുന്നേറ്റം നടത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും സുപ്രധാനമായ വിക്ഷേപണമായിരുന്നു ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ ISROയുടെ LVM-3യുടെ മറ്റൊരു വിക്ഷേപണം ഉണ്ടായിരുന്നു, ഞാനത് മറക്കുന്നില്ല. പക്ഷെ അതല്ല, മിസൈലിലേക്ക് വരുമ്പോൾ ഈ കെ മിസൈൽ K-4 ആണെങ്കിലും K-5 ആണെങ്കിലും ശരി, ആ വിക്ഷേപണം നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങൾ പ്രതിരോധ വകുപ്പ് വെളിപ്പെടുത്തുമ്പോൾ മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്താം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.